ഇസ്രായേൽ ലെബനൻ സംഘർഷത്തിന് താൽക്കാലിക ആശ്വാസം. 10 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു നിർണായക തീരുമാനം. ഇസ്രായേൽ ലെബനൻ പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതെന്ന് ട്രംപ് പറഞ്ഞു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സംസാരിച്ചു. മേഖലയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ താൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ലോകത്താകെ 9 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇത് 10ാമത്തേതാകുമെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു. 1983 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണിത്. ഇരുപക്ഷവും സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥിരമായ സമാധാനത്തിനായി ചർച്ചകൾ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. തെക്കൻ ലെബനനിൽ നിലയുറപ്പിച്ചിരുന്ന സൈന്യത്തോട് അർദ്ധരാത്രിയോടെ വെടിനിർത്തലിന് തയ്യാറെടുക്കാൻ ഉന്നത IDF കമാൻഡർ നിർദ്ദേശം നൽകി. ലെബനനിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് പ്രസിഡന്റ് ഔൺ നന്ദി അറിയിച്ചതായി ലെബനൻ പ്രസിഡൻസിയുടെ പ്രസ് ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യയെ മാസങ്ങളായി മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന് ഇതോടെ താൽക്കാലിക അറുതി ആയിരിക്കുകയാണ്. ഇതിനിടെ ടെഹ്റാൻ സമാധാന കരാറിന് തയ്യാറായില്ല എങ്കിൽ US സൈന്യം കടുത്ത സൈനിക നടപടികളിലേക്ക് നീങ്ങുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് മുന്നറിയിപ്പ് നൽകി. US സൈന്യമാണ് ഹോർമുസ് നിയന്ത്രിക്കുന്നത്. കരാറിന് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങാൻ തയ്യാറാണെന്നും ഇറാന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയാണെന്നും പീറ്റ് ഹെക്സെത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്ക വ്യാപിപ്പിച്ചു. നിയമവിരുദ്ധമെന്ന് കരുതുന്ന ചരക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഉപരോധം വിപുലീകരിച്ചിരിക്കുന്നത്. ഇറാനിയൻ തീരത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതായി സംശയിക്കുന്ന ഏതൊരു കപ്പലിനെയും തടഞ്ഞു നിർത്താനും പരിശോധിക്കുവാനുമുള്ള അവകാശം അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് US നേവിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. ആയുധങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, ആണവ വസ്തുക്കൾ, അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളും, ഇരുമ്പ്, ഉരുക്ക്, അലൂമിനിയം എന്നിവയാണ് US-ന്റെ നിർദ്ദേശത്തിൽ നിരോധിത ചരക്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന കപ്പലുകൾ ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും US പിന്തുടരുമെന്ന് US ജനറൽ ഡാൻ കീൻ പറഞ്ഞു. ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലും രാജ്യാന്തര സമുദ്ര മേഖലയിലും പരിസരങ്ങളിലും ഈ നിയമങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനുമായുള്ള ആണവ തർക്കത്തിൽ വലിയൊരു ഒത്തുതീർപ്പിന് സാധ്യത തെളിയുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2 മാസം മുൻപ് വരെ വിസമ്മതിച്ചിരുന്ന പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ ടെഹ്റാൻ ഇപ്പോൾ തയ്യാറാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകിയതായും ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവാവശിഷ്ടങ്ങൾ കൈമാറാൻ ധാരണയായതായും വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ലോക നേതാക്കളുടെ അടിയന്തര ഉച്ചകോടി സംഘടിപ്പിക്കാൻ പദ്ധതിയിടുന്നു. 40 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന വെർച്വൽ യോഗത്തിൽ ഇറാൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലനിർത്തുന്നതിനെക്കുറിച്ചും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടക്കും. കടലിടുക്ക് നിയന്ത്രിക്കുന്നതിനായി ഒരു പ്രത്യേക അന്താരാഷ്ട്ര ദൗത്യ സംഘത്തെ രൂപീകരിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. പ്രതിരോധത്തിന് മാത്രം ഊന്നൽ നൽകുന്ന ഈ ദൗത്യത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന മുറയ്ക്ക് വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക സേനയെ വിന്യസിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് എന്നിവർ പാരീസിൽ വെച്ച് ഈ ഉച്ചകോടിക്ക് നേതൃത്വം നൽകും. ആഗോള ഊർജ്ജ വിപണിയുടെയും വ്യാപാരത്തിന്റെ നടത്തിപ്പിന് ഹോർമുസ് കടലെടുക്ക് ഉപാധികളില്ലാതെ തുറന്നു കൊടുക്കേണ്ടത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കീർ സ്റ്റാർമർ വ്യക്തമാക്കി. കടൽത്തട്ടിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സഹായങ്ങൾ ബ്രിട്ടൻ വാഗ്ദാനം ചെയ്യും. കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി മൈൻ ക്ലിയറൻസ് കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ജർമ്മനിയും അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് കരുതുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ആഗോള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയ നയതന്ത്ര നീക്കമായാണ് ഈ ഉച്ചകോടിയെ കണക്കാക്കുന്നത്. 10 ദിവസത്തെ ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ ചർച്ചകൾ പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര മുന്നേറ്റമായി കരുതപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്.